വയനാട് വെള്ളമുണ്ടയിൽ യുവാവിനെ കൊന്ന് കഷണങ്ങളാക്കി ഉപേക്ഷിച്ചു. മുളിത്തോട് പാലത്തിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തു. UP സ്വദേശിയായ മുഖീബാണ് മരിച്ചത്. പ്രതി പോലീസ് പിടിയിൽ. ആഷിഖ് റഹ്മാൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആഷിഖ്, എന്താണ് സംഭവത്തിന്റെ വിശദാംശങ്ങൾ? രജീഷ്, അല്പം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ആരിഫ് ഈ വെള്ളിലാട് ഭാഗത്ത് നിന്ന് ഈ കൃത്യം നടത്തി മൂളിത്തോട് ഭാഗത്തേക്ക് കൊണ്ടുവന്ന ഈ സ്യൂട്ട് കേസ് അടക്കം പുറത്തേക്ക് എറിയുന്നത് കണ്ട ഓട്ടോ തൊഴിലാളികളാണ് പോലീസിന് വിവരം നൽകിയത്. തുടർന്ന് പോലീസ് ആ സമയത്ത് തന്നെ അവിടേക്ക് എത്തി പരിശോധന നടത്തുകയും ഈ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ആരിഫിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്യൂട്ട് കേസും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്യൂട്ട് കേസിനായി ഈ തെരച്ചിൽ നടത്തുകയാണ്. ഈ നിലവിൽ ഈ ഭാര്യയുമായുള്ള ഒരു ബന്ധം ഈ മുഖീബിനുണ്ടെന്നൊരു സംശയത്തിലെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ നിലവിൽ മുഹമ്മദ് ആരിഫിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. വയനാട് വെള്ളമുണ്ടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. രണ്ടുപേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മൂളിത്തോട് പാലത്തിനടിയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ മൂളിത്തോട് പാലത്തിനടുത്തേക്ക് മൃതദേഹം കൊണ്ടുവന്ന ശേഷം വെള്ളിലാട് ഭാഗത്ത് നിന്ന് മൂളിത്തോട് ഭാഗത്തേക്ക് മൃതദേഹം കൊണ്ടുവന്ന ശേഷം ഓട്ടോയിൽ കൊണ്ടുവന്നതാണ്. ശേഷം താഴത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഇത് ഓട്ടോ തൊഴിലാളികൾ കാണുകയും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പോലീസ് അറിയിക്കുന്നുണ്ടോ? പ്രാഥമികമായി നമുക്ക് അങ്ങനെ വിവരം ലഭിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ ചെറിയ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഭാര്യയുമായുള്ള ഒരു ബന്ധം ഉണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരിഫ് കൃത്യം നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ UP സ്വദേശിയായി രണ്ടുപേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ രണ്ടുപേരെ ആരിഫിനെ നിലവിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും വലിയ ദാരുണമായ സംഭവമാണ്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നേ ഉള്ളൂ. വെള്ളമുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല എന്നാണ് ഇപ്പോൾ സ്റ്റേഷൻ അധികൃതർ പറയുന്നത്. മാനന്തവാടി പരിധിയിലാണെന്ന ഒരു കാര്യം അവർ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ അന്വേഷണം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 2 സ്യൂട്ട് കേസിലായിട്ടാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിദാരുണമായ കൊലപാതകമാണെന്നതിൽ സംശയമില്ല. അതിൽ ഒരു സ്യൂട്ട് കേസ് നിലവിൽ പോലീസ് ഈ പാലത്തിന്റെ താഴത്ത് നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. രജീഷ്, ആഷിഖ്, അതോടൊപ്പം ഈ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ? രജിഷ, വെള്ളമുണ്ട എന്ന സ്ഥലത്തിന് പറയുമ്പോൾ പോലും വെള്ളമുണ്ട പോലീസിന്റെ പരിധിയിലല്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മാനന്തവാടി പോലീസാണ് അവിടേക്ക് എത്തിയെന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. ആ ദൃശ്യങ്ങളിലും ആ ഒരു കാര്യമാണ് വ്യക്തമാകുന്നത്. ഒരു സ്യൂട്ട് കേസ് അത്തരത്തിൽ ഒരു ബോഡി ആക്കി വെച്ചിരിക്കുന്ന ഒരു നീല ചെറിയ ആ സ്യൂട്ട് കേസിന്റെ പാലത്തിന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഈ പ്രതി ഇത് വലിച്ചെറിയുകയായിരുന്നു. അതാണ് ഈ ഓട്ടോ തൊഴിലാളികൾ കണ്ടത്. തുടർന്ന് ഓട്ടോ തൊഴിലാളികൾ ഈ ഒരു സംശയം പ്രകടിപ്പിച്ചു. തുടർന്ന് ഈ പ്രതിയെ അവിടെ പിടിച്ചു നിർത്തിയ ശേഷം പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി നോക്കിയ സമയത്താണ് ഈ ഒരു ബാഗിനുള്ളിൽ ഈ ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടത്. തുടർന്ന് മറ്റേ രണ്ടാമത്തെ ബാഗ് ഉണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അവിടെ പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. എന്തായാലും ഈ പോലീസിന്റെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് പ്രതി. പക്ഷേ ഈ പ്രതിയും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാര്യയുമായുള്ള ചില ബന്ധം മൂലം താൻ ഇത്തരത്തിൽ കൃത്യം നടത്തിയെന്നാണ് പോലീസും നിലവിൽ അറിയിക്കുന്നത്. പ്രാഥമിക വിവരം മാത്രമാണ്. യഥാർത്ഥ കാരണം എന്തായാലും വ്യക്തമാണ്. എന്തായാലും അതിദാരുണമായ സംശയമില്ല. കൊന്ന ശേഷം 2 ഭാഗങ്ങളിലായി വന്ന ഒരു പാലത്തിനടിയിലേക്ക് താഴേക്ക് വലിച്ചെറിയുന്നു. അത് വെള്ളിലാട് ഭാഗത്ത് നിന്നാണ് ഈ കൃത്യം നടത്തിയതെന്നാണ് പ്രതി നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ശേഷം ഓട്ടോയിൽ ഈ മൂളിത്തോട് ഭാഗത്തേക്ക് ഈ മൃതദേഹവുമായി കടന്നു വന്ന ശേഷം പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്നു. ഇത് ഓട്ടോ തൊഴിലാളികൾ കാണുകയും ഓട്ടോ തൊഴിലാളികളാണ് ഈ പ്രതിയെ പിടിച്ചു വെക്കുകയും ശേഷം പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത്. എന്തായാലും പ്രാഥമിക വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചെറിയൊരു അസ്വാരസ്യം മൂലമായുള്ള ഒരു പ്രശ്നമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ്. രണ്ടുപേരും UP സ്വദേശികളാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രണ്ടുപേരും UP സ്വദേശികളാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടെ വയനാട് വെള്ളമുണ്ടയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ആൾക്കാരാണ്. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ഭാര്യയുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി മുഹമ്മദ് ആരിഫ് ഇത്തരത്തിലൊരു കൃത്യം നടത്തി എന്നുള്ളത്. എന്തായാലും മരിച്ചത് UP സ്വദേശിയായി മുഖ്യ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളാണെന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രുചിഷ്, ശരി ആഷിഖ്, വയനാട് വെള്ളമുണ്ടയിലാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. സ്യൂട്ട് കേസിലാണ് മൃതദേഹം ഉണ്ടായത്. 2 സ്യൂട്ട് കേസുകളിലായി മൃതദേഹ ഭാഗങ്ങളായാണ് ഉണ്ടായിരുന്നത്.
UP സ്വദേശിയായ മുഖീബാണ് മരിച്ചത്. പ്രതിയെ മുഹമ്മദ് ആരിഫിനെ പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഓട്ടോ തൊഴിലാളികൾ തത്സമയത്ത് ഇടപെട്ടതാണ് ഈ പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സഹായകമായത്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.